വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. 10,000-ത്തിലധികം ഇന്ത്യക്കാർ നിലവിൽ വിദേശ ജയിലുകളിലുണ്ടെന്നും ഇതിൽ 49 പേർ വധശിക്ഷ നേരിടുന്നുണ്ടെന്നും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. നിയമപരമായ കുരുക്കുകൾ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഇന്ത്യക്കാർക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. ഇത് ഇന്ത്യൻ നയതന്ത്രത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ചെറിയ കുറ്റകൃത്യങ്ങൾ മുതൽ കൊലപാതകം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ വരെ ആരോപിക്കപ്പെടുന്ന ഇന്ത്യക്കാർ പലപ്പോഴും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിയമവ്യവസ്ഥകളാണ് നേരിടുന്നത്. മതിയായ നിയമസഹായമോ നയതന്ത്ര ഇടപെടലുകളോ ലഭിക്കാതെയാണ് പലരും ഇത്തരം സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. ഈ കേസുകളിൽ ഏറ്റവും ശ്രദ്ധേയവും അടിയന്തരവുമായ ഒന്നാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസ്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയെ 2017 തന്റെ യമനി ബിസിനസ് പങ്കാളിയായ തലാൽ അബ്ദുമൈദിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. തന്റെ പാസ്പോർട്ട് തിരികെ ലഭിക്കാനായി മേദിയെ മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഥിതി വഷളായതെന്നാണ് റിപ്പോർട്ടുകൾ. നിമിഷയും ഒരു യമനി കൂട്ടാളിയും ചേർന്ന് മേദിയുടെ മൃതദേഹം വെട്ടി നുറുക്കി ഒരു ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. യമനിലെ ശരിയ നിയമപ്രകാരം നടന്ന വിചാരണയിൽ 2018 നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വിധിക്ക് ശേഷം വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് യമനിലെ കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂല നിലപാട് ഉണ്ടായില്ല. 2023 നിമിഷയുടെ അപ്പീല് തള്ളി. 2025 ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നത്.